ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് സൺഡേ ആണ്, നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നലെ നമ്മൾ ശനിയാഴ്ച ആയിട്ടേ നമ്മുടെ ഷൂ റാക്കത്തെ മുഴുവനും ഷൂ ഒക്കെ പുറത്തേക്ക് ഇട്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ട് പോയി ഒരു വർഷത്തിലധികമായി, 2 വർഷം ആവാൻ പോവുകയാണ്. നമ്മൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് 2 വർഷമാവും. അപ്പോൾ 1.25 വർഷമായി ആ ഒരു സാധനം ഇവിടെ ഇരിക്കണം. അപ്പോൾ അതവിടെ വെച്ച ശേഷം ഞാനത് എടുത്ത് മാറ്റി പിന്നെ അതൊന്നും തുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ അതൊക്കെ എടുത്ത് അതിന് മാറലൊക്കെ അടിച്ച് ചെളിയൊക്കെ കളഞ്ഞ് കുറേ ഷൂ ഒഴിവാക്കി. പിന്നെ എനിക്ക് ആവശ്യമുള്ള ചെരുപ്പ് മാത്രം എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ നമ്മളെ ഷൂ റാക്ക് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ ഷൂ ഉണ്ടായിരുന്നു ഒഴിവാക്കാനുള്ളത്. പക്ഷെ നമുക്കിതൊക്കെ ചെയ്തിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കണ്ടോ, നമ്മുടെ ഷൂ റാക്കിൽ ഇപ്പോൾ ആവശ്യമുള്ള ഷൂകൾ മാത്രമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷൂ റാക്കിൽ മൊത്തം 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ചെരുപ്പ് കൊള്ളും. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ 22 ചെരുപ്പുകളും കൊള്ളും. അങ്ങനെ മൊത്തം 22 ചെരുപ്പുകൾ കൊള്ളുന്ന ഒരു ഷൂ റാക്കാണിത്. ഈ ഷൂ റാക്കിൻ്റെ ലിങ്ക് എടുത്ത് ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട്. ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ട് ഇവിടെ വരൂ, നമ്മളെ സായ്ക്കുട്ടിയൊക്കെ കളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല മറ്റേ ഞങ്ങൾക്കിന്ന് മുകളിൽ ഞങ്ങൾ ഇന്നലെ ഒരുപാട് തുണികൾ കഴുകിയിട്ട് ഒരുപാട് തുണികൾ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുകളിൽ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം, അത് മടക്കി വെക്കണം, അയൺ ചെയ്യണം, പിന്നെ എന്തൊക്കെ പണികളുണ്ട്. പിന്നെ ഞങ്ങളിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഞങ്ങളല്ല, ഞാൻ സായ്ക്കുട്ടി ഹെൽപ്പ് അല്ലേ. എന്തൊക്കെ ചിരിച്ചൂട് മനുഷ്യ, എന്ത് ചെയ്യണ്ട് ചിരിക്കാത്ത. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ബാ കണ്ടോ, അതൊക്കെ നമുക്ക് മടക്കി വെക്കാനുള്ള തുണികളാണ് കേട്ടോ. അത് മാത്രമല്ല, അത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ കുറേ തുണികൾ ഇരിക്കുന്നുണ്ട് അല്ലേ സായ്ക്കുട്ടിയെ കൊണ്ടുവരാൻ. ഇനി അതൊക്കെ എൻ്റെ സായ്ക്കുട്ടി മുകളിൽ പോയിട്ട് കൊണ്ടുവരില്ലേ. നമ്മൾ ബീഫ് രാവിലെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് വേണം നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ജോലിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സായ്ക്കുട്ടിക്ക് രാവിലത്തെ ജോലി ബെഡ്ഷീറ്റ് നമുക്ക് വൃത്തിയാക്കി പുതപ്പൊക്കെ മടക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എടാ ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് വേണം ഇതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിക്കണം. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരെണ്ണം കൂടിയിട്ട് ഇത് ഞാൻ കോമ്പോസിറ്റാക്കി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിക്കണം. സായ്ക്കുട്ടി വായോ, ഹെയർ ഡ്രയർ ഓണാക്ക്. എൻ്റെ മൂടി പൊട്ടാതെ നോക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേ കഴുകിയതിൻ്റെ ഒരു നനവുണ്ടാവും, അതാണ്. ഈ ഒരു സാധനം സെറാമിക്കായ കാരണം കൊണ്ടേ നിലത്ത് വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും നമുക്ക് ഗോതമ്പ് പൊടി മൈദപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ദോശയും. പിന്നെ ഇന്നലെ ഇങ്ങനെ എന്താ പറയുക, വെള്ളക്കടല ഉണ്ടാവില്ലേ, അത് വെള്ളത്തിലിട്ടിട്ട് നല്ല റിച്ചായൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ദിവസത്തേക്ക് സെറ്റാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ കറി ചൂടാക്കിയിട്ട് അതും കഴിക്കും. പിന്നെ നമുക്കൊരു 4-5 എഗ്ഗ് പുഴുങ്ങണം. കാരണം നമ്മൾ ജിമ്മിലൊക്കെ പോകണമല്ലോ, കുറച്ച് പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം കേട്ടോ. നമ്മൾ എഗ് ബോയിലർ എവിടെയെന്ന് എല്ലാവരും ചോദിക്കൂട്ടോ. എഗ് ബോയിലർ നമ്മൾ യൂസ് ആക്കാറൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു റാക്ക് ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, നമ്മളെ കെറ്റിൽ പോലത്തെ ഒരു സാധനം ഇതിൻ്റെ അടിയിലുണ്ട്. പിന്നെ നമുക്ക് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ സാധനം വെക്കാം. പക്ഷെ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ വെള്ളം ഒഴിക്കണം. പക്ഷെ ഞാൻ വെള്ളം അതിൻ്റെ ശേഷമാണ് ഒഴിക്കുന്നത്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് വെക്കാം കേട്ടോ. 1, 2, 3, 4. ഇതിൽ 2 എഗ്ഗ് എനിക്കും 2 എഗ്ഗ് സായ്ക്കുട്ടിക്കുമാണ് കേട്ടോ. പക്ഷെ സായ്ക്കുട്ടി 2 എഗ്ഗ് കഴിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി വെക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം, എന്നിട്ട് നമുക്കിത് ഓണാക്കാം. ഓണാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓണാക്കി വെക്കാം. ഇത് ഓണനെയാണോ? ഓക്കെ, ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് പുഴുങ്ങി വരട്ടെ കേട്ടോ. അടുത്തത് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടത് സ്പോട്ടിഫൈയിൽ ഒരു പാട്ട്. സ്പോട്ടിഫൈ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കാരണം പരസ്യങ്ങൾ വരാറില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്പോട്ടിഫൈയിൽ ഒരു പാട്ട് വെക്കാം.
ഇത് ഞാനേ 2 ദിവസം മുമ്പ് കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളെ സായിക്കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേ ഓനക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ പാലും പിന്നെ ഈ ഈത്തപ്പഴം ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. കഴിയാനയക്കണം കണ്ടോ, ഭയങ്കര ജ്യൂസിയായ ഈത്തപ്പഴമാണ്. ഞാനിപ്പോൾ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ജിമ്മിൽ പോകുന്നൊരു പെൺകുട്ടിനെ കണ്ടിരുന്നു. നല്ല വെളിച്ചിട്ട് മസിലൊക്കെ ആയിട്ട് വയറൊക്കെ ഒട്ടിയിട്ട് അങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം പ്രാവശ്യം ശ്രദ്ധിക്കും. ഈത്തപ്പഴം കഴിച്ചപ്പോഴാണ് പക്ഷേ എനിക്ക് ഷുഗർ കട്ടാണുണ്ടോ എന്ന് ഓർമ്മ വന്നത്. ഈ ഒരെണ്ണം ഇനി കഴിക്കൂല. സായ്കുട്ടിയേ, സയാൻ ഈ എവിടെയാണ്? എവിടെ ഒന്ന് മുഖം കാണിച്ച് പോയിക്കോ. എവിടെ? അമൻഷാന്റെ വീട്ടിലാ? അവിടെ കളിക്ക? എന്താ കളിക്കുന്നത്? അവിടെ നിന്നോ? ഞാൻ വിളിച്ചതാണ്, എവിടെയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്നെ കാണാനല്ല, അവിടെ വിളിച്ചതാ. അപ്പോൾ നമ്മളെ ഈത്തപ്പഴം സെറ്റായി. ഇനി നമുക്ക് വെളിച്ചെണ്ണി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഈ ഒരു ഓയിൽ ഡിസ്പെൻസറി ഇങ്ങനെ 1 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. നമുക്ക് 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ ഉണ്ട്. ഇതിൽ നിറച്ച് നോക്കി നോക്കാം. ഇതിൻ്റെ ലുക്ക് കണ്ടത് 1 ലിറ്റർ പോകുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഒരു ലിറ്റർ എന്ന് പറഞ്ഞെങ്കിലും 1 ലിറ്റർ കൊള്ളുന്നില്ല. 900 ml തോന്നുന്നു. കാരണം ഈ ഒരു കവറിൽ 100 ml എണ്ണ ഇനിയും ബാക്കിയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി, ഞാനൊരു ഗ്ലൂട്ടത്തയും കുടിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചില മാസങ്ങളിലൊക്കെ കുടിക്കും, ചില മാസങ്ങളിൽ കുടിക്കാറില്ല. ഇതാണ് അതിൻ്റെ ബ്രാൻഡ്. പ്രൊമോഷനല്ല, നിങ്ങൾ പ്രൊമോഷനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഗ്ലൂട്ടത്തിനൊന്ന് മെൽട്ടായി വരട്ടെ കേട്ടോ, എന്നിട്ട് കുടിക്കാം. ഇനി ഞാൻ പറഞ്ഞ പ്രൊമോഷനല്ല എന്നുള്ളത്, നമ്മളെ ഹെൽത്ത് നമ്മൾ കുറച്ച് യങ്ങായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഹെൽത്ത് കണ്ടീഷൻ മുഴുവനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഗ്ലൂട്ടത്തിയോൺ കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വൈറ്റമിൻ സിയും ഗ്ലൂട്ടത്തിയോൺ കുടിക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വെള്ളം കുപ്പി വെക്കാത്ത രീതിക്ക് വെള്ളം കുടിക്കണം. 2-3 ലിറ്റർ വെള്ളം ഉറപ്പായിട്ടും കുടിച്ചിരിക്കണം. നമ്മൾ എന്താ പറയുക, ഈ ഗ്ലൂട്ടത്തിയോൺ വൈറ്റമിൻ സി ഒക്കെ കുടിക്കുമ്പോഴേ നല്ലപോലെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. അതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഒന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ChatGPT നോക്കിയാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നല്ലവണ്ണം വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂട്ടത്തിയോൺ കുടിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി കുടിക്കുകയാണെങ്കിലും ഒക്കെ നമുക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബാക്കി ഞാൻ ചില ദിവസങ്ങൾ കുടിക്കൂല, കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണമൊന്നുമില്ല. പക്ഷേ ചില മാസങ്ങളിലൊക്കെ ഒന്ന് കുടിക്കും, ചിലപ്പോൾ കുടിക്കൂല. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഗ്ലൂട്ടത്തിയോൺ കുടിക്കരുത്. ഞാൻ വേറെയും ഫിഷ് ഓയിലും പിന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ടാബ്ലറ്റും അങ്ങനെ കുറച്ച് വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അങ്ങനെ കണ്ടോ, ഈ ടാബ്ലറ്റ് ഫുള്ളായിട്ട് മെൽട്ടായിട്ടില്ല. ഇത് ഫുള്ളായിട്ട് മെൽട്ടാവട്ടെ എന്നിട്ട് കുടിക്കാം കേട്ടോ. അതിൻ്റെ മുമ്പേ നമ്മൾ ഷെഫ് മോൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഷെഫ് മോന് നമുക്കും സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനന്ന് ഭയങ്കര ഷോക്കായിപ്പോയി. വീഡിയോ എടുക്കാനൊന്നും വയ്ക്കാത്ത രീതിക്ക് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. പക്ഷെ ഞാൻ ഒരു 2-3 കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. യാമിക്കുട്ടി സർപ്രൈസ് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. യാമിക്കുട്ടി ഇന്നലെ ജാമിജു പോയിട്ട് എടുത്തുവച്ചിട്ടില്ല. ചെറിയുണ്ടോ ബൂസ്റ്റും പൊടി? എവിടെ കാക്കു? യാമിക്കുട്ടിയുടെ കാക്കു വന്നു. ഇതാണ് നമ്മളെ സർപ്രൈസ്. നമ്മള് കുറെ 10 മാസത്തിന് ശേഷം കേരളത്തിലേക്ക് അല്ല ഇന്ത്യയിലേക്ക് കാലെത്തുന്നത് അല്ലേ? 10 മാസത്തിന് ശേഷം അങ്ങനെ നമ്മളെ ഷെഫ് മോൻ ഇന്ത്യയിലേക്ക് കാലുത്തിരിക്കുകയാണ്. അതെ, ആ സർപ്രൈസുമായിട്ട് വന്നതാണ് ഇവരെല്ലാരും. ഞങ്ങൾ അത് ഞാനാകെ ഷോക്കായി. എന്നിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ കാലാവസ്ഥ ഒക്കെ? അതെ, അയർലൻഡിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഇന്ത്യത്തെ കാലാവസ്ഥ നല്ല പാടാണ്.
രസമുണ്ടാവോ? എങ്ങനെയുണ്ട്? നമ്മൾ 10 മാസത്തിന് ശേഷം മനിപ്പനിയും കുട്ടീനൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? പക്ഷെ പെട്ടെന്ന് പോയ പോലെ തോന്നിയത്. വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് ആലോചിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോ ഇന്നലെ കണ്ട പോലെ പോയില്ലെന്ന് തോന്നില്ല. ശരി, നമ്മൾ പെട്ടെന്ന് ബ്ലങ്ക് ചെയ്യും. ഷെഫ് മോന് വന്നത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. ഒരു ഐഡിയ ഇല്ലാതെയാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാൻ ഞെട്ടുന്ന വീഡിയോയ്ക്ക് ശരീരത്തെ അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്ന് കാണാം കേട്ടോ. കണ്ടിട്ടൊന്നും നോക്കിയില്ലല്ലോ. ഓള് പറഞ്ഞു ഓളെ നോക്കാന്. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ നമ്മളെ സായിക്കുട്ടി മോളിൽ നിന്ന് തുണികൾ കൊണ്ടുവന്നിരിക്കുവാണ്. ഇനിയും കൊണ്ടല്ലേ എല്ലാം കൊടുത്തോ? അങ്ങോട്ട് ഓടി നടന്നോടി ചെങ്ങയ്യേ. എന്തൊക്കെ കുഴക്കം കഴിഞ്ഞോ? ഇത്ര ഉള്ളൂ? എന്താ സായിക്കുട്ടിയെ? പിന്നെ അലക്കാതെ പിന്നെ ഇങ്ങനെ കൂട്ടിയിട്ടാ മതിയോ? കുറച്ച് അലക്കിയാൽ ഇത്ര തന്നെ തുണി ഉണ്ടാവൂലേ? തുണികൾ ഇങ്ങനെ ഇട്ട് മാറ്റുമ്പോ ആലോചിക്കണേ, തുണികൾ ഉണ്ടാവുന്നേ. പിന്നെ കുളിക്കാതിരിക്കേ? അത് കൊള്ളത് നല്ലൊരു ഐഡിയാണ്. അല്ലെങ്കിൽ പറ്റിങ്ങനെ കുളിച്ച് മറിച്ചിട്ട് ഏതോപ്പാ ഇരുത്തം കണ്ട തോന്നുന്നു. ഇത് മുഴുവൻ ഓനെ മടക്കിയേക്കാന്ന്. എൻ്റെ തുണിയുണ്ട്. എന്നുവെച്ച് തുണി എടുക്കാതെ നടന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ സായിക്കുട്ടി തുണി എടുക്കാനൊക്കെ പഠിച്ചിരിക്കണോ? കണ്ടോ, ടീഷർട്ടൊക്കെ ഇട്ടിക്കണുണ്ടോ? സായിക്കുട്ടി ടീഷർട്ടൊക്കെ ഇടാൻ പഠിച്ചിരിക്കണേ. ഇനി ആരും ഒരു തുണി എടുക്കാത്തവനാണെന്ന് പറയരുത് അല്ലേ സായിക്കുട്ടിയെ? പഠിച്ചോ? പഠിച്ചോ? തുണി എടുക്കാനൊക്കെ പഠിച്ചോ? അനക്കെന്താണ് രാവിലെ ഞാൻ നല്ല ദോശയും കോഴിമുട്ടൊക്കെ തന്നില്ല? എന്തൊരു ഉഷാറില്ലാത്ത? ഒരു കാര്യം ചെയ്യും, ഈ തുണികളൊക്കെ ഒന്ന് സെക്ഷൻ തിരിച്ചു വെക്കും കേട്ടോ. സെക്ഷൻ തിരിച്ചു വെച്ചു. സെക്ഷൻ തിരിക്കാനൊക്കെ അത് പഠിക്കുമ്പോഴാണ് പഠിക്കും. വേഗം സെക്ഷൻ തിരിച്ചു വെച്ചു. ടീഷർട്ടൊക്കെ ഒരു ഭാഗത്ത്, എന്റെ ചുരിദാറൊക്കെ ഒരു ഭാഗത്ത്, അതിന്റെ ഡ്രസ്സൊക്കെ ഒരു ഭാഗത്ത്. കൊറേ പണിന്റെ നമുക്ക് വെയ്യാണ്ട് ഞാൻ ബാത്റൂം വിടുക. ഇവരുണ്ടല്ലോ, നമ്മൾ എന്തേലും പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു ബാത്റൂം പോകാണ്ടാവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ബാത്റൂമിൽ തന്നെ നേരെ ബാത്റൂമിൽ പോയിട്ട് അവിടെ ഇരിക്കും. മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. നടക്കും. ഒരു സെക്ഷൻ തിരിച്ചിട്ട് ബാത്റൂമിൽ പോയി ചെല്ലും. ഇനി നമുക്ക് ഡ്രസ്സുകൾ മടക്കി വെക്കാനും അയൺ ചെയ്യാനൊക്കെ പോകണം. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് വിശന്ന് എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റ് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മിടലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് വരികയൊക്കെ ചെയ്തു കേട്ടോ. ഫോണിൽ ചാർജ് കഴിഞ്ഞ കാരണം കൊണ്ടേ പിന്നീട് വീഡിയോ എടുത്തില്ല. ഞാൻ നല്ല ബിരിയാണി ഇളക്കി എടുക്കാം. എങ്ങനെ ഉണ്ടാവുന്നല്ലേ സായിക്കുട്ടിയെ? സായിക്കുട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടോ? ചെറുതായിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ടേബിളിൽ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. സായിക്കുട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ആൾക്കാർ കുറവല്ല, ഇപ്പം റൈസ് കുറവും മറ്റേ മസാല കൂടുതലും ആയൊരു പ്രശ്നമുണ്ട്. ഇനി സായിക്കുട്ടി കഴിച്ചിട്ട് അഭിപ്രായം പറയും എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാവോ? അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടേ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം നല്ലോണം കൊണ്ട് കിടന്ന് ഉറങ്ങി നീറ്റു. പിന്നെ മരുപ്പ് അങ്ങൊക്കെ കൊടുത്തു. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലെ കൊണ്ടു വെച്ച ഡ്രസ്സുകളില്ലേ, ഇതൊക്കെ മടക്കും അയൺ ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ ഇത് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യല്ലാതെ നിവർത്തില്ലല്ലോ. അങ്ങനെ
ഉറക്കത്തിൻ്റെ ആ ഒരു മപ്പ് വിട്ടുപോയിട്ടില്ല. എന്തായാലും നമ്മൾ ഇനി അയൺ ചെയ്യണതിൻ്റെ പരിപാടി കിടക്കട്ടെ കേട്ടോ. ഈ മാസം നമ്മളെ കുറേ വീഡിയോ ഇട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോൻ്റെ പിന്നപ്പുറത്തെ വീഡിയോയിൽ ഞാൻ ഈ അയൺ ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിപ്പോൾ സൺഡേ അല്ലേ, എല്ലാ സൺഡേ എനിക്ക് ഈ അയൺ ചെയ്യൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അയൺ ചെയ്യുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി വർത്തനധികം പറയാതെ വേഗം അയൺ ചെയ്യാം. കുറേ തുണികളുണ്ട്. ശരിക്കും ഞാൻ ഈ ഈവനിങ് നേരത്തെ അയൺ ചെയ്യരുതെന്ന് കരുതിയതായിരുന്നു. കാരണം ഈവനിങ് നേരത്തെ കറണ്ട് ബില്ല് കൂടും എന്നല്ലേ പറയാം. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് രാവിലെ അയൺ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇതൊക്കെ വേഗം വേഗം അയൺ ചെയ്യട്ടെ കേട്ടോ. സന്തോഷമായോ? സായിക്കുട്ടി മറ്റേ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ചില സാങ്കേതിക കാരണവശാൽ പുറത്തേക്ക് പോകാൻ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സായിക്കുട്ടിക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് തുറന്ന ഇടന്ന് ഇങ്ങോട്ട് എത്തുവാ കിട്ടവാ കിട്ടവാടാ. മെമ്മറൈസ് ഐസ്ക്രീം. സന്തോഷമായോ? ഹാപ്പി? എന്തേലും ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് പൂതി വെച്ച് നിൽക്കുകയായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ഇന്ന് മുതൽ സ്ട്രിക്റ്റായിട്ട് മധുരം കഴിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഐസ്ക്രീം കണ്ടാൽ നമുക്കിങ്ങനെ വിട്ടുപോകാൻ പറ്റും. അതുകൊണ്ടൊരു തുള്ളി കഴിച്ചു നോക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഓ, ഒരു രക്ഷയില്ലാത്ത ഐസ്ക്രീം. മതി, ഇത്ര വെച്ചാൽ മതി. അടിപൊളിയല്ലേ? ഇത് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ്. മെമ്മറൈസ്. ഒരു കുറച്ചും കൂടി കഴിക്കും. മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ കയ്യൊക്കെ നാക്കുമ്പോൾ ഇവിടെ മസിലൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യണമെന്നല്ല പറയണത്. അതുകൊണ്ട് ഞാൻ മധുരം സാക്രിഫൈസ് ചെയ്യുന്നു. നമുക്ക് സമയമില്ല, നമ്മൾ വേഗസ്ഥിരട്ടെ. ഓ, ഒരുത്തൻ തോണ്ടി കഴിക്കുന്നുണ്ടോ ഐസ്ക്രീം നിറച്ചും. സായിക്കുട്ടിയെ തലമുക്കിക്കാം. ജി ഹാപ്പി അല്ലേ? തലമുക്കിട്ട് പറ, ചിരിക്കട്ടെ, എല്ലാവരും കാണട്ടെ ഹാപ്പിയാണോന്ന്. ഹാപ്പി അല്ലേ ജി? നല്ല ഹാപ്പി ആയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചോ. വയസ്സാങ്കാലത്ത് എന്നെ ഇതുപോലെ ഹാപ്പിയാക്കി വെക്കണം കേട്ടോ. എന്നെ ഹാപ്പിയാക്കി വെക്കുമോ വയസ്സാങ്കാലത്ത്? അതുപോലെ നമുക്കൊരു ഉഷാറില്ലാത്ത ഹാപ്പിയാക്കി വെക്കുമോ? നമ്മൾ അയൺ ചെയ്യൽ കഴിഞ്ഞതിൻ്റെ മുമ്പേ സായിക്കുട്ടിക്ക് ട്യൂഷൻ തുടങ്ങി കേട്ടോ. ഞാൻ അവനെ ഹാളിലാണ് ട്യൂഷൻ ഇരുത്താറുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കണ്ണും അവിടേക്ക് എത്തുമല്ലോ. നമ്മുടെ ഹാളാകെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ സായിക്കുട്ടി ട്യൂഷൻ എടുക്കുന്നതിൻ്റെ ഇതിൽ കൂടെ ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് മടക്കിയേക്കും ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ തുണികളൊക്കെ മടക്കി എടുത്ത് വെച്ചു. സായിക്കുട്ടിൻ്റെ ട്യൂഷൻ കഴിഞ്ഞു. സായിക്കുട്ടി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങളടുത്ത് സാധാരണ പറയാറില്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇത് ലൈക്ക് ചെയ്യാനും ഒക്കെ കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.